മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണാതെ തലയൂരാനാണ് സർക്കാർ ശ്രമം. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ താൽക്കാലിക അധിക ബാച്ചുകൾ അനുവദിച്ചെങ്കിലും 73 ബാച്ചെങ്കിലും ആവശ്യമായ പാലക്കാടും 37 ബാച്ച് ആവശ്യമായ കോഴിക്കോടും ഒരു ബാച്ച് പോലും പുതുതായില്ല. 120 ബാച്ച് പ്രഖ്യാപിച്ച് മലപ്പുറത്ത് സയൻസ് ബാച്ച് അനുവദിക്കാത്തതും തിരിച്ചടിയാണ്. അതൊന്നും ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അതിലൊക്കെ തന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ബാച്ചിന്റെ കാര്യത്തിലൊക്കെ തന്നെ അധിക ബാച്ച് എന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്ന നിലപാടിൽ നിന്നും 138 പുതിയ ബാച്ചുകൾ പ്രഖ്യാപിക്കുന്നതിലേക്ക് സർക്കാരിനെ നയിച്ചത് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും മാധ്യമ ഇടപെടലുകളുമാണ്. അപ്പോഴും പാലക്കാടും കോഴിക്കോടും ഒരു പുതിയ ബാച്ച് പോലും അനുവദിക്കാതെയുള്ള സർക്കാർ തീരുമാനം മലബാറിലെ +1 പ്രതിസന്ധി തുടരാനേ ഇടയാക്കൂ. 4383 സീറ്റുകളുടെ കുറവാണ് പാലക്കാട് ജില്ലയിലുള്ളത്. 73 ബാച്ചുകൾ അനുവദിച്ചാലേ ഇത് പരിഹരിക്കാൻ കഴിയൂ. എന്നാൽ പാലക്കാടേക്ക് ഒരു ബാച്ച് പോലും സർക്കാർ അനുവദിച്ചില്ല. 2250 വിദ്യാർത്ഥികളാണ് കോഴിക്കോട് ജില്ലയിൽ +1 സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുന്നത്. 37 ബാച്ച് അനുവദിച്ചാലേ ഈ പ്രശ്നം പരിഹരിക്കൂ. എന്നാൽ കോഴിക്കോടും ഒരു ബാച്ചും പുതുതായി വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചില്ല. 803 സീറ്റുകളുടെ കുറവ് മാത്രമുള്ള കാസർഗോഡ് ജില്ലയിൽ 18 +1 ബാച്ചുകൾ അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനം ആ ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസകരമാണ്. അതേസമയം പ്രതിസന്ധി കൂടുതലുള്ള ജില്ലകളിൽ അനുവദിക്കാതിരിക്കുകയും പ്രതിസന്ധി കുറഞ്ഞ ജില്ലയിൽ അനുവദിക്കുകയും ചെയ്തതിന്റെ രാഷ്ട്രീയമെന്തെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. അവസാന ഘട്ടം എന്ന നിലയിൽ പ്രഖ്യാപിച്ച ഒരു സീറ്റുകളിലും ബാച്ചുകളിലും പാലക്കാട് ജില്ലയെ പാടെ അവഗണിച്ചിരിക്കുന്നത്. 120 ബാച്ചുകൾ അനുവദിച്ച മലപ്പുറത്ത് ഒരു സയൻസ് ബാച്ച് പോലും അനുവദിക്കാത്തതും പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. കൊടുക്കാവുന്നതിൽ ഏറ്റവും കുറച്ച് ഏറ്റവും മിനിമം കൊടുക്കുക എന്ന ഒരു രാഷ്ട്രീയ തീരുമാനമാണ് ഈ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. പാലക്കാടും കോഴിക്കോടും ഒരു ഇടവേളയ്ക്ക് ശേഷം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ശക്തമാകുന്നതിന്റെ സൂചനയും ഇന്ന് ലഭിച്ചു. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.